ബൽറാം, ഇപ്പോൾ അതിർത്തിയിലെ ഷെല്ലിങ്ങിന്റെ സാഹചര്യം എങ്ങനെയാണ്? ശ്രീനഗറിൽ അല്പസമയം മുൻപും ഈ അലാം സൈറണുകൾ മുഴങ്ങിയെന്ന് കേട്ടല്ലോ. എന്താണ് അതിർത്തി സാഹചര്യം ബൽറാം? ഹഷ്മി, അതിർത്തിയിൽ അല്പസമയം വരെ വെടിവെപ്പ് തുടർന്നിരുന്നു, ഷെല്ലാക്രമണം തുടർന്നിരുന്നു. പ്രധാനമായും പൂഞ്ച് അടക്കമുള്ള ഇടങ്ങളിൽ ആണ്, ഉറി, പൂഞ്ച് എന്നീ മേഖലകളിലാണ് അവസാന ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഷെല്ലിംഗ് തുടർച്ചയായി ഉണ്ടായത്. സാധാരണ നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പകലായ ഘട്ടത്തിൽ ഈ ഷെല്ലാക്രമണം കുറഞ്ഞിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ഷെല്ലിംഗ് പല സമയത്തായി ഉണ്ടായിരുന്നു. കുപ്വാര മേഖലയിലും ശക്തമായ ഷെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടി ഈ പാക് പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ സൈന്യം നൽകിയതോടുകൂടിയാണ് താൽക്കാലികമായെങ്കിലും ഈ ഷെല്ലിങ്ങിന് ഒരു ശമനം ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പിന്നീട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ഇതിൽ ആശ്വാസകരമായ ഒരു കാര്യം എന്നുള്ളത് ഈ അതിർത്തി മേഖലകളിലെ ജനവാസ മേഖലകൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ വിജനമാണ്. അവിടെ നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. പ്രധാനമായും ഈ മേഖലയിൽ ഉണ്ടായിരുന്ന നിരവധി ആളുകളുടെ വീടുകൾ തകർന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന ഷെല്ലാക്രമണത്തിൽ തന്നെ നിരവധി വീടുകൾ, കടകൾ അടക്കമുള്ളവ തകർന്നിട്ടുണ്ട്. ഇതോടെ ജനങ്ങൾ വലിയ ഭീതിയിൽ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ശ്രീനഗർ, ബാരാമുള്ള എന്നീ ഇടങ്ങളിലേക്കാണ് പ്രധാനമായും ഉറി, കുപ്വാര മേഖലകളിലെ ജനങ്ങൾ മാറിയിരിക്കുന്നത്. താരതമ്യേന ഇത്തരത്തിലുള്ള ആക്രമണ സാധ്യത കുറഞ്ഞ മേഖലകൾ എന്ന നിലയിലേക്കാണ് ഇവിടെ ഈ പ്രദേശങ്ങളിലേക്ക് മാറിയത്. എന്നാൽ ഹഷ്മി, ഇന്ന് രാവിലെ തന്നെ ശ്രീനഗർ ഉണർന്നത് സ്ഫോടന ശബ്ദം കേട്ടാണ്. 5:50 2 സ്ഫോടന ശബ്ദങ്ങളാണ് ശ്രീനഗറിൽ കേട്ടത്. ജനങ്ങൾ വലിയ ഒരു പരിഭ്രാന്തി ആ ഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സമയം, എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു. ഇന്ന് ശ്രീനഗറിന്റെ ആകാശത്ത് പുലർച്ചെ തന്നെ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പോർ വിമാനങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലുണ്ടായി. അതിൽ ഒരു പാക് വിമാനം വെടിവെച്ചിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു വിമാനത്തിന്റെ ഇജക്ടർ ശ്രീനഗർ നഗരപ്രദേശത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ വീണു. ഒരു വസതിയുടെ മുറ്റത്താണ് അത് വീണത്. ആ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഒരു പാക് പൈലറ്റ് ഈ പ്രദേശത്ത് നിന്നും ഇജക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ജില്ലകളിലായാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ശ്രീനഗർ, ബദ്ഗാം, ഒപ്പം തന്നെ ബാരാമുള്ള എന്നീ പ്രദേശങ്ങളിലാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ തകർന്ന യന്ത്രവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുക്കുകയും അവ വിദഗ്ധ പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയും ചെയ്തിരിക്കുകയാണ്. സമാനമായി തന്നെയാണ് അടുത്ത സ്ഫോടന ശബ്ദം സംബന്ധിച്ചുള്ള വ്യക്തത വരുന്നത്. ദാൽ തടാകത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തിയതോടെയാണ്. ഇതൊരു മിസൈലിൻ്റേത് എന്ന് സംശയിക്കുന്ന വസ്തുക്കളാണ് ശ്രീനഗർ നഗരമധ്യത്തിലുള്ള ദാൽ തടാകത്തിൽ നിന്നും കണ്ടെത്തിയത്. വലിയ ഭാരമേറിയ ലോഹവസ്തുക്കളാണ് കണ്ടെത്തിയത്. ഇത് കരസേനയുടെയും ഒപ്പം തന്നെ ഫോറൻസിക് സംഘത്തിൻ്റെയും പരിശോധനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനുശേഷം ഇന്ന് ഉച്ചയോടെയാണ് ശ്രീനഗറിലെ ഓൾഡ് എയർപോർട്ടിൻ്റെ റൺവേക്ക് സമീപം ഇത്തരത്തിലുള്ള ഒരു സ്ഫോടന ശബ്ദം കേട്ടത്. എന്നാൽ അത് പിന്നീട് അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം എത്തി. പാകിസ്ഥാന്റെ മറ്റൊരു ഒരു ഡ്രോൺ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റിപ്പോർട്ട് എന്നുള്ളത്. അതേസമയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ട്. എങ്കിൽ പോലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതിൽ വലിയ ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ സാധാരണ നിലയിൽ തന്നെയാണ്. ശ്രീനഗർ നഗരത്തെ സംബന്ധിച്ച് കടകമ്പോളങ്ങൾ തുറന്നിട്ടുണ്ട്. ആളുകൾ സാധാരണ നിലയിൽ ജോലിക്ക് പോകുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനിശ്ചിതകാലത്തേക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇപ്പോൾ അടച്ചിടാനുള്ള ഒരു തീരുമാനം ഇന്നലെ എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ദിവസങ്ങളായി ഇവിടെ തങ്ങിയിരുന്ന മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ശ്രീനഗർ NIT വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇന്ന് രാവിലെ യാത്ര തിരിച്ചിരിക്കുകയാണ് കേരളത്തിലേക്ക്. അവർ റോഡ് മാർഗം ജമ്മുവിലേക്ക് പോകുന്നു. എന്നാൽ ജമ്മുവിൽ നിന്നും പിന്നീട് ഡൽഹിയിലേക്കുള്ള അവരുടെ യാത്ര സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല എന്നാണ് അവർ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ ഹെൽപ്പ് ലൈൻ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഡൽഹിയിൽ എത്തുകയാണെങ്കിൽ നാട്ടിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നാണ്. ജമ്മുവിൽ നിന്നും
നിന്നും അവർക്ക് ഡൽഹിയിലെത്താനുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് ആ വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ശ്രീനഗറിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നിലനിൽക്കുമ്പോഴും അവർ ഈ പ്രതിരോധ സംവിധാനത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസം അർപ്പിക്കുന്നു. എന്നാൽ ബാരാമുള്ള അടക്കമുള്ള ഈ അതിർത്തിയോട് ചേർന്ന ഇടങ്ങളിൽ കടകമ്പോളങ്ങൾ ഇന്ന് പൂർണ്ണമായും തുറന്നിട്ടില്ല. ഇന്നലെ രാത്രി വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ ആ പ്രദേശത്ത് മുഴുവൻ കേട്ടതാണ്. എങ്കിൽ പോലും ഒരു പോറൽ പോലും ഒരു സ്ഥലത്തും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് നേരം പുലർന്നപ്പോൾ വ്യക്തമായത്. ഹഷ്മി, ബൽറാം നുരങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.